ഹലോ ഗുഡ് ഫ്രണ്ട്സ്. പുറത്ത് നല്ല മഴയും നല്ല തണുപ്പുമാണ്. സമയം 2:58. ഈ ഒരു ക്ലൈമറ്റിൽ എവിടെയാണ് പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓടി വന്നത് നമ്മുടെ പൊന്മുടിയാണ്. കാരണം അതാകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് തന്നെയാണ്, ഒരു 1.5 hour ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഇത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ക്ലോസിങ് ടൈം 4 o'clock ആണ്. റീച്ച് ആവുമെന്ന് അറിയില്ല, എന്നാലും നമ്മളൊരു ഹോപ്പ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. റോഡ് പണി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതുവഴിയാണ് പോയത്. റൂട്ട് മാപ്പിലെ ലൊക്കേഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കട്ടറുണ്ടായിരുന്നു കേട്ടോ. റോഡൊക്കെ ഭയങ്കര അധികം മോശമായിരുന്നു. നമ്മുടെ ഈ വഴിയും ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡീവിയേഷൻ റൈറ്റ് തിരിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. പോകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് തന്നെയായിരുന്നു, ഒട്ടും തന്നെ മോശമല്ല. എന്നാലും ചെറിയ ചെറിയ കട്ടറുകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് സിപ്പ് ലൈനൊക്കെ കണ്ടിരുന്നു കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ ടൈമില്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ സിപ്പ് ലൈനൊക്കെ അവോയ്ഡ് ആക്കിയിരുന്നു. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ സിപ്പ് ലൈനിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് പൊന്മുടിയിലേക്ക് പോകാം കേട്ടോ. ഫൈനലി നമ്മൾ പൊന്മുടിയുടെ മെയിൻ ചെക്ക് പോസ്റ്റിൽ റീച്ച് ആയിട്ടുണ്ട്. ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി പാസ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഇവർ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ നമ്പറും പേരും ഫോൺ നമ്പറൊക്കെ ചെക്ക് ചെയ്ത് എഴുതി നോട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ മെയിൻ കാണുന്ന എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇത്രയധികം കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതാണ്. പൊന്മുടിയുടെ മെയിൻ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരു 5 മിനിറ്റ് എന്തോ ലേറ്റായി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് നമ്മളെ തിരിച്ച് പറഞ്ഞയച്ചേ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൊന്മുടിയുടെ മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 18ാമത്തെ ഹെയർ പിന്നിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുത്തെ വ്യൂ അസാധ്യം ആയതുകൊണ്ടിട്ടാണ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത്. വ്യൂ നോക്കിയേ. നമുക്ക് 4 ഹെയർ പിന്നും കൂടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ അത്ര തണുപ്പില്ലെങ്കിലും ഓൾമോസ്റ്റ് കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. ഇനി ഉയരം കൂടുന്തോറും എങ്ങനെയാണ് തണുപ്പ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് 4 ഹെയർ പിന്നും കൂടി ഉണ്ട്. 4 ഹെയർ പിന്നും അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഹെയർ പിന്നാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ കാണുന്ന ഹെയർ പിന്ന് കടന്നു വേണം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് കേട്ടോ. അത്ര ദൂരമുണ്ട്, അത്ര ഡേഞ്ചറും. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പൊന്മുടിയുടെ മെയിൻ എൻട്രൻസ് കേട്ടോ. താഴ്ന്ന ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ടിക്കറ്റ് കളയാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫൈനലി പൊന്മുടിയുടെ ഹിൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ കറൻലി പറയുകയാണെങ്കിൽ അത്ര അടിപൊളി, കോടയും തണുപ്പും നല്ല വിൻഡും ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വ്യൂ കാണാം. ഹായ് ഗൈസ്, ഞാനിപ്പോൾ പൊന്മുടിയുടെ ഹിൽ സ്റ്റേഷനിലാണ്. അടിപൊളി ക്ലൈമറ്റ് ആണ്, ഒരു രക്ഷയില്ല. ഐ ഫീൽ ലൈക്ക് ഇൻ യൂറോപ്പ് പോലെ തന്നെ ഉണ്ട്. അത്ര മഞ്ഞും അത്ര ക്ലൈമറ്റും ആണ് ഇവിടെ ഉള്ളത്. നല്ല മഞ്ഞ്, നല്ല തണുപ്പും, അതുപോലെ തന്നെ ചെറിയ ചെറിയ മഞ്ഞ തുള്ളികൾ എൻ്റെ ദേഹത്ത് വന്ന് വീഴുന്നുണ്ട്. അത്ര അടിപൊളിയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഇതുവരെയായിട്ട് നമ്മുടെ പൊന്മുടി വിസിറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് നമ്മുടെ പൊന്മുടി വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്ര അടിപൊളിയാണ്. നമ്മുടെ ബഡ്ജറ്റ് ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് ഇവിടെ നമുക്ക് ഇവിടെ എൻട്രി ടിക്കറ്റ് ആയാലും ബസ് റൂട്ടിന് വരാൻ ആഗ്രഹിക്കുന്നവർ ബസ് റൂട്ടിന് തന്നെ വരാം. കാറുള്ളവർ നിങ്ങൾ കാറിലോ ബൈക്കിലോ അയച്ചൊക്കെ ഇവിടെ വരാം. വന്നാലും ഒരു നഷ്ടം തന്നെയില്ല. വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിലോ ചെക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ. കാരണം ഇന്നത്തെ ക്ലൈമറ്റ് ആകില്ല, നാളെ ഡിഫറെൻ്റ് ആയിരിക്കും. വരാത്തവർ ദയവായി വരണം എന്ന് മാത്രമുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുള്ളൂ. ഇവിടെ നല്ല ഇടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ ഇത്രയധികം കോടയില്ലായിരുന്നു കേട്ടോ. സഡൻലി വന്നതാണ് ഇത്രയും വലിയൊരു കോട. അതായത് നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റാത്ത അത്ര കോട കൊണ്ട് പെട്ടെന്ന് മൂടിയതാണ് ഇവിടെ. പറയാൻ വാക്കുകളില്ല, അത്ര ഒരു ത്രില്ലിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ. കഴുത്തിൽ വാഴും വണ്ണം കുവളை പൂവിൽ കുழைത്ത